ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാരൻ കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇത് തമിഴ്നാട്ടിലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പൊങ്കൽ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 3/4 കപ്പ് പച്ചരി. ഇത് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിയാണ്. ഇതിപ്പോൾ ഞാൻ റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരിയാട്ടോ. അതാ ഇത് 1/4 കപ്പ് ചെറുപയർ പരിപ്പ്. അപ്പോൾ ഞാൻ 3/4 കപ്പ് പച്ചരിക്ക് ഞാനിവിടെ 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ അതിനേക്കാൾ കുറയ്ക്കുകയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ 3/4 കപ്പ് പച്ചരി ആണെങ്കിൽ 3/4 കപ്പ് ചെറുപയർ തന്നെ, അതല്ലെങ്കിൽ 1/2 കപ്പ് ചെറുപയർ അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് ചെറുപയർ പരിപ്പ് ആദ്യം ഒന്ന് വറക്കണം. അതായത് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ പരിപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ, കളറൊന്നും മാറണ്ട. നമ്മൾ പായസം ഉണ്ടാക്കാനും അതുപോലെ പരിപ്പുവരെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തിട്ടല്ലേ ഉപയോഗിക്കുന്നത്, അപ്പോഴല്ലേ അതിനൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഒന്ന് വറക്കണം കേട്ടോ. പരിപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കളറൊന്നും മാറിയിട്ടില്ല, ഇതാ ഇതുപോലെ കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് അരിക്കകത്തോട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കഴുകാം. ഇത് നന്നായി കഴുകിയിട്ട് ഞാൻ വെള്ളം പോകാനായിട്ട് ഇങ്ങനെ അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. കഴുകി വെച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടി ചേർക്കാം. ഇത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാം. അപ്പോൾ അരി ഇതുപോലെ ഒന്ന് ചൂടാക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന്, ആദ്യമേ പരിപ്പ് നമ്മൾ ചൂടാക്കിയതാണ്, എന്നാലും ഇതിൻ്റെ കൂടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, കളർ മാറരുത് കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ടല്ലേ വെള്ളം ഒഴിക്കുന്നത്, അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടായച്ചാൽ മതി. അപ്പോൾ ഇത് മതി. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളമാട്ടോ ചേർക്കുന്നത്. അപ്പോൾ 3 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ബിരിയാണിക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അല്ലേ, ആ കണക്കല്ലേ. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് കുഴഞ്ഞു വരണം. അതുകൊണ്ടാണ് നമ്മൾ 3 കപ്പ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ അരിയും പരിപ്പും എടുത്തത് ആ ഗ്ലാസ് തന്നെ വെള്ളം ഒഴിക്കാൻ നോക്കുക കേട്ടോ. ഇതിലേക്ക് ഉപ്പ്, ഒരു ചെറിയ പച്ചമുളക്, ഇതിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അരിയും പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് വേവിച്ചതെന്ന് ഇത് തിളച്ചതിന് ശേഷമാണ് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അടച്ചു വെച്ചത് കേട്ടോ. എന്നിട്ട് അത് ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ ഒരു വിസിൽ വന്നു. വിസിൽ വന്നതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് 5 മിനിറ്റ് നേരം വന്ന് വെച്ചു കേട്ടോ. വെച്ചതിന് ശേഷം പിന്നെ സ്റ്റൗ ഓഫാക്കി. പിന്നെ ഇതിൻ്റെ പ്രഷർ ഫുൾ പോയതിന് ശേഷമാണ് തുറന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചോറും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തു. ഇതുപോലെ ഇങ്ങനെ നല്ലതായിട്ട് കുഴഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തിടണം. ഇത് മാറ്റി വെക്കാം. അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കട്ടെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1 നുള്ളി ജീരകം, കുറച്ച് കശുവണ്ടി, ഇച്ചിരി കായം, ഒരു നുള്ളൊക്കെ ചേർത്താൽ മതി, കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നമ്മൾ അതിലേക്ക് വറുത്തിടുമ്പോൾ ഒരു കാര്യം കൂടി ചേർക്കാണ്ടായിരുന്നു, അത് ഞാൻ വിട്ടുപോയതാണ്. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 15 കുരുമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ജീരകവും ഇഞ്ചിയൊക്കെ വറുത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിലായിരുന്നു കേട്ടോ ചേർക്കേണ്ടത്, വിട്ടുപോയതാണ്. ഇത് ചൂടായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആ പൊങ്കലിലേക്ക് ഒഴിക്കാം. ഇത് യോജിപ്പിക്കാം.
അത് നമ്മൾ നേരത്തെ വറുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ, അത് വിട്ടുപോയതാട്ടോ, സോറി. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഞാൻ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കൊടുത്തിരിക്കുന്നത് കിള്ളി സാമ്പാറും ചട്നിയുമാണ്. അപ്പോൾ കിള്ളി സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കൂടുതലും കിള്ളി സാമ്പാറാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ദോശയുടെ കൂടെയൊക്കെ ആണെങ്കിലും അത് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, ഇത് നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് ചെയ്ത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.